ഹലോ, വെൽക്കം ടു സോൾട്ടി ടേസ്റ്റി. ചിക്കൻ തൂമിച്ചത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആക്ച്വലി ഇതൊരു വെറൈറ്റി ഡിഷാണ്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണം നോക്കാം. ചെറിയ ഉള്ളി, ചുവന്ന മുളക്, കറിവേപ്പില, തേങ്ങാക്കൊത്ത്. അരമുറി തേങ്ങയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി കനം കുറച്ചരിഞ്ഞത്. ഇത് തന്നെ ചെറിയ ഉള്ളി തന്നെ നമ്മൾ നീളത്തിൽ കീറിയിട്ട് വെച്ചിട്ടുണ്ട്. 2 സെക്ഷനായിട്ടാണ് വെച്ചേക്കുന്നത്. നമ്മുടെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയാണ്. 400 ഗ്രാം ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തത്. 15 ചുവന്ന മുളക് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമ്മളിനി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്ക്. ചെറിയ ഉള്ളി കൂടുതലായാലും കുഴപ്പമില്ല, പക്ഷെ കുറഞ്ഞു പോരുത്. കാരണം വേറെ നമ്മൾ സ്പൈസസ് ആയിട്ട് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ചെറിയ ഉള്ളിയും ചുവന്ന മുളകുമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് പിന്നെ ചിക്കനിലോട്ട് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഉള്ളി ഏകദേശം മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതും കുറച്ച് സമയം നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങയുടെ ഇത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ചധികം ഇടാം. നമ്മൾ അരമുറി എടുത്തുള്ളൂ. എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇത് ഏകദേശം മൂത്ത് വന്നു. നമ്മളിനി ചുവന്ന മുളക് നമ്മൾ അരിഞ്ഞു വെച്ചത് ഇടുകയാണ്. ഇത് മുളകും കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം, കാരണം കൂടുതലായ ചിലപ്പം എരിവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് എത്രയാണോ നമ്മൾ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി. കറിവേപ്പില കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് വഴറ്റുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് കരിഞ്ഞു പോവാതെ നോക്കണം. നമ്മൾ മുളകും ഈ ഉള്ളിയെല്ലാം കരിഞ്ഞു പോവാതെ നോക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ നമ്മൾ കുറച്ച് സമയം വഴറ്റിയിട്ട് ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിക്കൻ വാങ്ങുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് വാങ്ങാൻ നോക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ രുചിയൊക്കെ പെട്ടെന്ന് കയറി പിടിക്കാൻ നല്ലതാണ്. പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും. നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എല്ലാ പീസസിലും ഈ ഒരു മസാല പിടിക്കുന്ന പോലെ രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ നമ്മളിതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ട് രുചി നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഒരു ഇച്ചിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇത് കറക്റ്റായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മളൊരു കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ട് കുറച്ച് വെന്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുകയാണ്. ഇത് ആക്ച്വലി നമ്മൾ അടുപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തേക്കുന്നത്. നമ്മുടെ ചിക്കൻ വെന്ത് കഴിഞ്ഞു. ഇതിൻ്റെ കളറ് മാറിയൊരു റെഡിഷ് കളറായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണിത്. നമുക്ക് വേണമെങ്കിൽ ട്രഡീഷണൽ ഡിഷായിട്ടും പറയാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ചുവന്ന മുളകിൻ്റെയും ഉള്ളിയുടെയും കൂടെ ഇത് വരുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.